തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിലെ മൂന്നാം പാതയ്ക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ സർവേ നടത്താൻ ദക്ഷിണ റെയിൽവേ. പാസഞ്ചർ ട്രെയിനുകൾ സർവീസ് നടത്തുന്നതിനും വരും വർഷങ്ങളിൽ വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള കണ്ടെയ്നർ നീക്കം സുഗമമാക്കുന്നതിനും വേണ്ടിയാണ് മൂന്നാം പാത എന്ന ലക്ഷ്യത്തിലേക്ക് കടക്കുന്നത്. ഈ റൂട്ടിലെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി തുകയും റെയിൽവേ അനുവദിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ അന്തിമ ലൊക്കേഷൻ സർവേ 2025-26 സാമ്പത്തിക വർഷത്തെ റെയിൽവേ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിലെ മൂന്നാം പാതയ്ക്കായി വലിയ പരിഗണനയാണ് റെയിൽവേ നൽകുന്നത്. ഇതിന്റെ ഭാഗമായി ഈ സാമ്പത്തിക വർഷം റെയിൽവേ സർവേ നടത്തും. കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ സർവീസ് നടത്തുന്നതിനും വരും വർഷങ്ങളിൽ വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള കണ്ടെയ്നർ നീക്കം സുഗമമാക്കുന്നതിനുമാണ് നടപടി. പദ്ധതിയുടെ അന്തിമ ലൊക്കേഷൻ സർവേ 2025-26 സാമ്പത്തിക വർഷത്തെ റെയിൽവേ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ റൂട്ടിലെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി തുകയും റെയിൽവേ അനുവദിച്ചു. നിലവിലെ 71 കിലോമീറ്റർ വരുന്ന പാതയിൽ ഒറ്റ ലൈൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരട്ടിപ്പിക്കൽ ജോലികൾ പുരോഗമിക്കുകയാണ്. പാത ഇരട്ടിപ്പിക്കലിനായി ഈ വർഷത്തെ ബഡ്ജറ്റിൽ 1000 കോടി രൂപ റെയിൽവേ അനുവദിച്ചിട്ടുമുണ്ട്. ഇരട്ടിപ്പിക്കൽ പൂർത്തിയായ ഉടൻ തന്നെ മൂന്നാം പാതയുടെ പണി ആരംഭിക്കാനോ അല്ലെങ്കിൽ സമാന്തരമായി മൂന്നാം പാതയുടെ ജോലിയും ആരംഭിക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ റെയിൽവേ ആഗ്രഹിക്കുന്നുണ്ട്. തിരുവനന്തപുരം നാഗർകോവിൽ ജനപ്രിയ റൂട്ടുകളിൽ ഒന്നായതിനാലാണ് റെയിൽവേയുടെ പ്രത്യേക പരിഗണന. ജനം, തിരുവനന്തപുരം.